പുരുഷന്മാർക്ക് ഈ ഗ്രാമം സന്ദർശിക്കാം, എന്നാൽ ഉമോജയിൽ താമസിക്കാൻ അനുവാദമില്ല. ഇവിടെ വളരുന്ന ആൺകുട്ടികളോട് 18 വയസ്സാകുമ്പോൾ ഗ്രാമം വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നു. ഉമോജയിൽ കുട്ടികളായി വളർന്ന പുരുഷന്മാർക്ക് മാത്രമേ ഗ്രാമത്തിൽ ഉറങ്ങാൻ കഴിയൂ. പക്ഷേ സ്ഥിരതാമസം അനുവദനീയമല്ല. കെനിയയിലെ ഒരു ഗ്രാമമാണ് ഉമോജ. ഈ ഗ്രാമം പൂർണ്ണമായും സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. സ്ത്രീകൾ നടത്തുന്ന ബിസിനസ്സുകൾ, നിർമ്മിച്ച വീടുകൾ എന്നിവയാലൊക്കെ ശ്രദ്ധേയമാണ്. ഗ്രാമത്തിൻ്റെ സംരക്ഷണ ചുമതലയും സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ അതിജീവിച്ചവർക്കായാണ് സാംബുരു വനിതയായ റബേക്ക ലോലോസോലി 1/4 നൂറ്റാണ്ട് മുമ്പ് ഈ ഗ്രാമം സ്ഥാപിച്ചത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളോടും പരമ്പരാഗതമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കീഴാള സ്ഥാനത്തോടുമുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് ഗ്രാമം പടുത്തുയർത്തിയത്. ഉപജീവനത്തിനായി കന്നുകാലികളെ വളർത്തുന്ന സ്ത്രീകൾ അടുത്തുള്ള സാംബരു നാഷണൽ റിസർവ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി സാംസ്കാരിക കേന്ദ്രവും ക്യാമ്പിംഗ് സൈറ്റും നടത്തുന്നുണ്ട്. ഉമോജ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യം എന്നാണ്. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്ന് 380 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഗ്രാമം. സാംബുരു സ്ത്രീകൾക്ക് അവരുടെ സമുദായത്തിൽ കന്നുകാലികളുടെ സ്ഥാനമേയുള്ളൂ. ഭർത്താവിൻ്റെ വസ്തുവാണ്, സ്വത്തിൽ അവകാശമില്ല. ഗാർഹിക പീഡനങ്ങളും ബലാത്സംഗങ്ങളും പതിവാണ്. സ്ത്രീകളുടെ ലൈംഗിക അവയവം മുറിച്ചുകളയുന്ന ആചാരവും നിലനിൽക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളം ബലാത്സംഗം ചെയ്ത 14,000 സ്ത്രീകളിൽ നിന്നാണ് വനിതാ ഗ്രാമത്തിൻ്റെ തുടക്കം. ഇവരെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് തല്ലിയൊഴിച്ചു. ഇവർക്കുണ്ടായ കുട്ടികൾ അനാഥരായി. ഇവർക്ക് വേണ്ടിയാണ് ഗ്രാമമുണ്ടായത്. ഇവർക്കെതിരെ ഗ്രാമത്തിലെ പുരുഷന്മാർ സംഘടിച്ച് അക്രമം പതിവാണ്. സാംബുരു സാമൂഹ്യ ജീവിതത്തിൽ വിവാഹവും മക്കളും വളരെ പ്രധാനമാണ്. സ്ത്രീകളുടേത് മാത്രമായ ഈ ഗ്രാമം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളിയാണിത്.